തമിഴക മണ്ണിൽ ദ്രാവിഡ കോട്ടകളുടെ അടിത്തറയിളക്കിയ ആ സിംഗം കെ അണ്ണാമലൈ BJP വിട്ടു. അതും വെറുമൊരു രാജിയല്ല, ഡൽഹിയിലെ രാഷ്ട്രീയ ചാണക്യന്മാർ മാസങ്ങളായി ഏറെ രഹസ്യമായി കരുക്കൾ നീക്കിയ വലിയൊരു മാസ്റ്റർ പ്ലാനിന്റെ ഒന്നാം അധ്യായം. കേരളവും തമിഴ്നാടും ഇനി BJPക്ക് ബാലികേറ മലയല്ല എന്ന് തെളിയിക്കാൻ അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് തയ്യാറാക്കിയ ആ അതീവ രഹസ്യ അജണ്ട എന്താണ്? തമിഴ്നാട് മുഖ്യമന്ത്രി നടൻ വിജയും അണ്ണാമലയും ചേർന്ന് ദ്രാവിഡ രാഷ്ട്രീയത്തെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളാൻ പോവുകയാണോ? അണ്ണാമലയുടെ ഈ അപ്രതീക്ഷിത എക്സിറ്റിന് പിന്നിലെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ അറിയണമെങ്കിൽ ഈ വീഡിയോ ഒന്നുപോലും വിടാതെ നിങ്ങൾ അവസാനം വരെ കാണണം. അതെ, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന ആ അഭ്യൂഹങ്ങൾക്ക് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വിരാമമായിരിക്കുകയാണ്. BJPയുടെ തമിഴ്നാട് മുൻ സംസ്ഥാന അധ്യക്ഷനായ കുപ്പുസ്വാമി അണ്ണാമലൈ പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു. BJPയുടെ ദേശീയ അധ്യക്ഷനായ നിതിൻ നബിൻ അണ്ണാമലയുടെ രാജി സ്വീകരിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത്. അതെ, ഒടുവിൽ ആ അധ്യായത്തിന് അവസാനം കുറിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം ഉയരുന്നത്. BJP കേന്ദ്ര നേതൃത്വവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുഡ് ബുക്കിൽ ഒന്നാമതായിരുന്ന ഒരു നേതാവ് എന്തിനാണ് പെട്ടെന്ന് പാർട്ടി വിടുന്നത്? അതത്ര സ്വാഭാവികമായി തോന്നുന്നുണ്ടോ? അതും തമിഴ്നാട്ടിൽ പാർട്ടിയെ 0-ൽ നിന്നും ഒരു ശക്തിയാക്കി മാറ്റിയതിനു ശേഷം. നമുക്കറിയാം, തമിഴ്നാട്ടിൽ വെറും 3% മാത്രം ഉണ്ടായിരുന്ന BJPയുടെ വോട്ട് വിഹിതം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ 11% എത്തിച്ചത് മറ്റാരുമല്ല, ഈ അണ്ണാമലൈ എന്ന മുൻ IPS ഓഫീസർ തന്നെയാണ്. തമിഴകത്തെ BJPയുടെ ഏറ്റവും വലിയ കുന്തമുനയായിരുന്നു അണ്ണാമലൈ. ആ അണ്ണാമലയാണ് ഇപ്പോൾ BJPയുടെ പടി ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ രാജിയിൽ ഒരു കല്ലുകടിയോ പരസ്പരം ചെളിവാരി എറിയലുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം. BJPയിൽ നിന്നും അദ്ദേഹം പുറത്തു പോകുന്നത് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനു പിന്നിൽ വലിയൊരു രാഷ്ട്രീയ തന്ത്രമില്ലേ? തീർച്ചയായും ഉണ്ട് എന്ന് തന്നെ പറയാം. ആ പുകമറയ്ക്കുള്ളിലേക്ക് നമുക്ക് കൂടുതലൊന്ന് ആഴത്തിൽ തന്നെ ഇറങ്ങിച്ചെല്ലാം. അണ്ണാമലൈ BJP വിട്ടതിന് പിന്നാലെ തമിഴ്നാട്ടിലെ തെരുവുകളിൽ ഇപ്പോൾ പുതിയൊരു ചർച്ച സജീവമായി കഴിഞ്ഞു. ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപിച്ചുവെങ്കിലും മക്കളിയക്കം മൂവ്മെന്റ് അഥവാ MIM എന്ന പേരിൽ അദ്ദേഹം പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ അണ്ണാമലയുടെ ചിത്രത്തോടൊപ്പം മക്കളിയക്കം മൂവ്മെന്റ് എന്നെഴുതിയ പോസ്റ്ററുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇത് കേവലം ഒരു പ്രാദേശിക പാർട്ടിയല്ല, ഇതിനു പിന്നിൽ കൃത്യമായ ഒരു ദീർഘകാല പ്ലാൻ തന്നെയുണ്ട്. അണ്ണാമലൈ BJPയിൽ തുടരുന്നിടത്തോളം കാലം തമിഴ്നാട്ടിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് അദ്ദേഹത്തോട് പൂർണ്ണമായും അടുക്കാൻ ഒരു മടി ഉണ്ടായിരുന്നു. BJP എന്നത് ഒരു ഹിന്ദി പാർട്ടി എന്ന രീതിയിലാണ് തമിഴ് മക്കൾ കണ്ടിരുന്നത്. ഹിന്ദിയോട് അവരുടെ അനുഭവം അറിയാമല്ലോ. എന്തായാലും തമിഴ് മണ്ണായി പതിറ്റാണ്ടുകളായി വേരൂന്നിയ ദ്രാവിഡ കക്ഷികൾ BJP ഒരു ഹിന്ദി പാർട്ടിയായും ഉത്തരേന്ത്യൻ പാർട്ടിയായും ചിത്രീകരിക്കുന്നതിൽ വിജയിച്ചിരുന്നു. അണ്ണാമലൈ എന്ന ലീഡറുടെ കഴിവിനെ അംഗീകരിക്കുമ്പോൾ പോലും BJPയുടെ താമര ചിഹ്നത്തോട് തമിഴ് വോട്ടർക്ക് ഒരു അകൽച്ച തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനാണ് അണ്ണാമലൈ സ്വന്തമായി ഒരു തമിഴ് മണ്ണിൽ നിന്നുള്ള പ്രസ്ഥാനവുമായി വരുന്നത്. തമിഴ് ജനതയുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട്, എന്നാൽ ഉള്ളിൽ കൃത്യമായ ദേശീയ പാത പിന്തുടരുന്ന ഒരു പുതിയ രാഷ്ട്രീയ ശക്തിയായി മക്കളിയക്കം മൂവ്മെന്റ് മാറാൻ പോവുകയാണ് എന്ന് തന്നെയാണ് പുതിയ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ. ഇത് തമിഴ്നാട്ടിലെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിലവിൽ തമിഴ്നാട് ഭരിക്കുന്ന നടൻ വിജയുടെ സർക്കാരിന്റെ നീക്കങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായുണ്ട്. നിലവിൽ തമിഴ്നാട് ഭരിക്കുന്നത് തമിഴക വെട്രി കഴകം അഥവാ TVK എന്ന പാർട്ടിയാണ്. തമിഴ് സിനിമയിലെ ഒരു സൂപ്പർ താരം വിജയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. എന്നാൽ വിജയ് മുഖ്യമന്ത്രി ആയ ശേഷം അദ്ദേഹത്തിനെതിരെ തമിഴ്നാട്ടിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കേരളത്തിലെ മീഡിയ വൺ പോലെയുള്ള ചില പ്രത്യേക മാധ്യമങ്ങൾ അത് കണ്ടാൽ നമുക്ക് ഇത് കൃത്യമായി മനസ്സിലാകും. വിജയ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ ഏജന്റാണ് എന്ന രീതിയിലാണ് അവർ ചർച്ചകൾ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അതെന്തിനാണ്? വിജയ്ക്കെതിരെ ഒരു തരംഗം സൃഷ്ടിക്കാൻ. പുറമേക്ക് വിജയ് നിരന്തരം നരേന്ദ്രമോദിയെയും BJPയെയും തള്ളി പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങൾക്കും BJPയുടെയും സംഘപരിവാറിന്റെയും ആശയങ്ങളുമായി വലിയ സമാനതകളുണ്ട് എന്നതാണ് ആ ഒരു നീക്കത്തിന്റെ ഒരു കാതൽ. ഒന്ന്, തമിഴ്നാട്ടിൽ ദ്രാവിഡ കക്ഷികൾ എക്കാലത്തും വിട്ടുനിന്നിരുന്ന വന്ദേ മാതരം ആലപിക്കുന്നത് വിജയ് സർക്കാർ ഔദ്യോഗികമായി അനുമതി നൽകി. രണ്ടാമത്, ബക്രീദ് സമയത്ത് മദ്രാസ് ഹൈക്കോടതി കൊണ്ടുവന്ന ഗോവധ നിരോധന ഉത്തരവ് നടപ്പിലാക്കാനായി വിജയ് സർക്കാർ യാതൊരു മടിയും കാണിച്ചില്ല.
അത് ശരിവെക്കുകയാണ് ഉണ്ടായത്. 3, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വയം പ്രധാന സേവകനാണ് എന്ന് പറയുന്നതിന് സമാനമായി വിജയ് പ്രഖ്യാപിച്ചത് താൻ മുഖ്യ സേവകനാണ് എന്നാണ്. ഇതിൽ എന്തൊക്കെയോ ഒരു സംതിങ് ഫിഷി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു നീക്കമുണ്ട് എന്നാണ് വിമർശകരെല്ലാം അക്കമിട്ട് നിരത്തുന്നത്. 4, മുഖ്യമന്ത്രി ആയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ വിജയ് ഡൽഹിയിൽ പോയപ്പോൾ അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയെയോ സോണിയാഗാന്ധിയെയോ കാണാനൊന്നും വിജയ് കൂട്ടാക്കിയില്ല. കോൺഗ്രസ് പിന്തുണ നൽകിയിട്ടും അവരെ കാണാത്തതിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ആണ് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെയാണ് വിമർശകർ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാന അജണ്ടകൾ. നരേന്ദ്രമോദിയുമായി മാത്രം അതീവ രഹസ്യ സ്വഭാവമുള്ള ചർച്ചകൾ നടത്തിയാണ് വിജയ് തമിഴ്നാട്ടിലേക്ക് തിരിച്ചു വന്നത്. ഈ ഒരു നിർണായക സാഹചര്യത്തിലാണ് അണ്ണാമലൈ BJP വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്. ഇതോടെ തമിഴ്നാട്ടിലെ പരമ്പരാഗത ദ്രാവിഡ പൊളിറ്റിക്സ് മുഴുവനായി പൊളിച്ചെഴുതുകയാണോ അല്ലെങ്കിൽ പൊളിയുകയാണോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രധാനമായി ഉന്നയിക്കുന്നത്. വിജയുടെ പാർട്ടിയുടെ പോസ്റ്ററുകളിൽ പെരിയാറിന്റെ ചിത്രം ഉണ്ടെന്നത് ശരിയാണ്. എന്നാൽ വിജയ് ഭരണത്തിൽ പിന്തുടരുന്നത് പെരിയാറിന്റെ ഈശ്വരവിരുദ്ധ വിഘടനവാദ ആശയങ്ങളല്ല എന്ന് വിമർശകർ ഇപ്പോൾ ചെണ്ട കൊട്ടി പറയുന്നുണ്ട്. അതായത് സനാതന ധർമ്മത്തിനെതിരെ സ്റ്റാലിന്റെ ആ ഒരു ആശയങ്ങളൊന്നും തന്നെ വിജയ് പിന്തുടരുന്നില്ല എന്നത്. തമിഴ്നാട്ടിലെ ഭൂരിപക്ഷ ജനവികാരത്തെ മാനിക്കുന്ന ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭരണരീതിയാണ് വിജയ് കാഴ്ചവെക്കുന്നത്. ഇവിടെയാണ് അണ്ണാമലയുടെ പുതിയ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി. BJP വിട്ട അണ്ണാമലൈ രൂപീകരിക്കുന്ന പുതിയ പാർട്ടി ഭാവിയിൽ വിജയുടെ TVK പാർട്ടിയുമായി ചേർന്ന് ഒരു മഹാസഖ്യമായി പ്രവർത്തിക്കാൻ വലിയ സാധ്യതയുണ്ട് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അത്തരത്തിലുള്ള തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അണ്ണാമലയും വിജയും ഒന്നിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ BJP എന്ന പാർട്ടിക്ക് നേരിട്ട് വന്ന് വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. രാഷ്ട്രീയം തമിഴ് ദേശീയതയിലേക്ക് ഉയരുകയും പഴയ ദ്രാവിഡ മൂവ്മെന്റുകളെയും DMK പോലെയുള്ള ദ്രാവിഡ ഘടകങ്ങളെയും പൂർണ്ണമായും സൈഡിലോട്ട് മാറ്റി വെക്കേണ്ടി വരികയും ചെയ്യും. പക്ഷേ ഈ മാറ്റങ്ങൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല, ഇനിയൊട്ട് അത് സംഭവിക്കുകയുമില്ല. ഇങ്ങനെ ഒന്നിച്ചു പോയാൽ തന്നെ അതിന് കാലതാമസമുണ്ട്. ഇതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ നാടകവുമുണ്ട്. തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMKയുടെ ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായി മുതലെടുക്കണമെങ്കിൽ പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകരുത് എന്ന കേന്ദ്ര നേതൃത്വത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതിനായി ജയലളിതയുടെ പാർട്ടിയായ ADMKയുമായി BJP സഖ്യത്തിൽ ഏർപ്പെടണമെന്നും അതിനായി അണ്ണാമലൈ തൽക്കാലം സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും മാറി നിൽക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ തീരുമാനത്തോട് അണ്ണാമലയ്ക്ക് കടുത്ത വിയോജിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ പ്രതിഫലനമെല്ലാം നമ്മൾ കണ്ടതുമാണല്ലോ. അണ്ണാമലൈ അമിത്ഷായോട് നേരിട്ട് പറഞ്ഞത് താൻ അവിടെ കൾച്ചറൽ പൊളിറ്റിക്സ് അഥവാ സാംസ്കാരിക രാഷ്ട്രീയമാണ് പയറ്റുന്നത് എന്നാണ്. ഇതിന് കുറച്ച് സമയം എടുക്കുമെന്നും കൂടാതെ നിലവിലുള്ള 11% വോട്ട് വിഹിതം 30% വലിയ താമസമില്ലെന്നും അദ്ദേഹം വാദിക്കുകയും ചെയ്തു. എന്നാൽ ഡൽഹിയുടെ കണക്കുകൂട്ടലുകൾ വേറെ ഒന്നായിരുന്നു. രാജ്യസഭയിലും ലോക്സഭയിലും പല പ്രധാനപ്പെട്ട ബില്ലുകളും പാസാക്കാൻ BJPക്ക് തമിഴ്നാട്ടിൽ നിന്നും കൂടുതൽ MPമാരെ അടിയന്തരമായി ആവശ്യമുണ്ട്. ദീർഘകാല പ്ലാനുകൾക്കായി കാത്തിരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് അമിത്ഷാ അണ്ണാമലയുമായി 2 മണിക്കൂറുകളും അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തി. അദ്ദേഹത്തെ കൺവിൻസ് ചെയ്തുകൊണ്ടാണ് മാറ്റി നിർത്തിയത്. ഇതിന് ശേഷമാണ് അണ്ണാമലൈ BJPയുമായി അത്ര സ്വരച്ചേർച്ചയിലല്ലെന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ വന്നപ്പോൾ വേദിയിൽ വെച്ച് അണ്ണാമലൈ മോദിയുടെ കാതിൽ രൂക്ഷമായി എന്തൊക്കെയോ പറയുന്ന ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ ഒരിടയ്ക്ക് വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. ഓർമ്മിക്കുന്നുണ്ടാകാം. അണ്ണാമലൈ അതൃപ്തി കാരണം മോദിയെ ശകാരിക്കുകയായിരുന്നു എന്നുവരെ അന്ന് ആളുകൾ പറഞ്ഞു പരത്തി. അത് എത്രത്തോളം തമാശകരമാണ്, രസകരമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് വരാൻ പോകുന്ന വലിയൊരു തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു എന്ന് ഇപ്പോഴാണ് പലർക്കും മനസ്സിലാകുന്നത്. തമിഴ്നാട്ടിൽ BJPക്ക് നേരിട്ട് ഭരണം പിടിക്കാൻ ഇനിയും സമയമെടുക്കുമെന്ന് കണ്ട് മോദിയുടെയും അമിത്ഷായുടെയും കൃത്യമായ തന്ത്രപ്രകാരം അണ്ണാമലയെ പാർട്ടിക്ക് പുറത്തിറക്കി വിജയെ പിന്തുണയ്ക്കാനായി വിട്ടതാണോ എന്ന സംശയം ഇപ്പോൾ ഏറെ ശക്തമാണ്. എന്തായാലും ഇതൊന്നും കാണാൻ വേണ്ടി അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല. എന്തായാലും ഇതിനെ കാണുന്നത് ആന്ധ്ര മോഡൽ എന്നാണ്. ആന്ധ്രാപ്രദേശിൽ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി ചന്ദ്രബാബു നായിഡുവിന്റെ TDPയുമായി ചേർന്ന് ശക്തമായ സഖ്യം ഉണ്ടാക്കുകയും ഭരണത്തിൽ വരികയും ചെയ്തു. ആ ഒരു നീക്കം, അതായത് BJP ഇവിടെ പവൻ കല്യാണിലൂടെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഔദ്യോഗികമായി BJP വലിയ ശക്തി ആയിട്ടില്ല എങ്കിലും പുറത്തു നിന്നുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഏറ്റവും കൂടുതൽ പവർ നൽകുന്ന, ദേശീയതയെ പിന്തുണയ്ക്കുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും ഇത്. അതുതന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അണ്ണാമലയുടെ പുതിയ പാർട്ടി വിജയുമായി സഖ്യമുണ്ടാക്കുമ്പോൾ അത് തമിഴ്നാട്ടിൽ DMKയെ പൂർണ്ണമായും തുടച്ചു നീക്കും. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് തമിഴ്നാട്ടിൽ നിന്നുള്ള പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യും.
എത്ര കൃത്യമായ ചാണക്യ തന്ത്രമാണിത് അല്ലെ? എന്തായാലും സാധാരണ ഒരു ജനപ്രിയ നേതാവ് പാർട്ടി വിടുമ്പോൾ അണികൾക്കിടയിൽ വലിയ പ്രതിഷേധവും നിരാശയും ഒക്കെ ഉണ്ടാകാറുണ്ട്. നിങ്ങളൊന്ന് തമിഴ്നാട്ടിലേക്ക് നോക്കുക, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇവിടെ അണ്ണാമലൈ BJP വിട്ടതിൽ സംഘപരിവാർ പ്രവർത്തകർ ഒട്ടും നിരാശരല്ല. കാരണം അവർക്ക് അണ്ണാമലൈ എന്ന വ്യക്തിയെയും അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും ഏറെ താല്പര്യമാണ്, അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇനി താങ്കളുടെ തലയ്ക്ക് മുകളിൽ ഒരു നരേന്ദ്രമോദിയും ഇല്ല, താങ്കൾ ഫ്രീ ആണ് എന്നാണ് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്, കുറിച്ചത്. കൊടികെട്ടിയ സംഘപരിവാർ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: അണ്ണാമലൈജി സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങട്ടെ, അത് ദേശീയതയോട് ചേർന്ന് നിൽക്കട്ടെ, അത് ചേർന്ന് നിൽക്കുന്ന പ്രാദേശികവാദം പറയാത്ത ഒരു പാർട്ടി ആവട്ടെ. ആശയപരമായ ഒരു പോയിന്റിൽ പോലും ആ പാർട്ടിക്ക് BJPയുമായി വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. എന്തായാലും അണ്ണാമലൈയുടെ നീക്കത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കുറിക്കൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. നന്ദി.